യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നതിൽ നാം ഒക്കെ വളരെയധികം അഭിമാനം കൊള്ളാറുണ്ട്. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ചോ അവൻ്റെ വചനത്തെക്കുറിച്ചോ ക്രിസ്തീയ ജീവിതത്തിൽ എപ്രകാരമാണ് നാം വളർച്ച പ്രാപിക്കേണ്ടത് എന്നൊന്നും നമ്മിൽ പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. ജീവിതത്തിൻ്റെ കടന്നു പോകുന്ന വഴികളിലെല്ലാം ക്രിസ്തുവിൻ്റെ പരിമളം പരത്തുവാൻ നമ്മെ സഹായിക്കുകയാണ് ഇന്നത്തെ ഷെമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുവെ ഫോഫ്തൻ യേശുവെ നന്ദി. എൻ്റെ പേര് മീനു, വീട് ഇവിടെ അടുത്താണ്. ഇവിടെ വന്ന് സാക്ഷ്യം നൽകാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കുണ്ടായിരുന്ന അതിശക്തമായ തലവേദന മാറിക്കിട്ടി. യേശുവെ ഫോഫ്തൻ യേശുവെ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ നമുക്കായി സ്നേഹപൂർവ്വം ഒരുക്കിയിരിക്കുന്ന ഈ വചന വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ക്രിസ്ത്യാനികൾ വളരേണ്ടത് ക്രിസ്തുവിലേക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇതിനാമുഖമായിട്ട് 2-3 വചനങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കുന്നത് നല്ലതാണ്. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നമുക്ക് ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരാം. നാം വളരണം എന്നുള്ള കാര്യം ദൈവം വചനത്തിലൂടെ പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വചനഭാഗം എഫേസസ് 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം. ഈ വചനം പറയുന്നത് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. നാം എല്ലാവരെക്കുറിച്ചും ദൈവമക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ദൈവം വെളിപ്പെടുത്തുകയാണ്. നാം എല്ലാവരും വളരേണ്ടത് ക്രിസ്തുവിലേക്ക്. കാരണം അവനാണ് നമ്മുടെ ശിരസ്. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന വചനഭാഗമാണ് 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലും അവൻ്റെ കൃപയിലും നമുക്ക് വളരാം. പ്രിയപ്പെട്ടവരെ, ഈ 2-3 വചനഭാഗങ്ങൾ പ്രത്യേകമായിട്ട് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിലേക്ക് വളരണം എന്നുള്ള ആ ഒരു വിഷയത്തിലേക്കാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും കാര്യങ്ങൾ നമുക്കിന്ന് ഈ വചന ശുശ്രൂഷയിൽ മനസ്സിലാക്കാം. അത് ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ജീവിക്കുവാനുള്ള ആ ഒരു അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് വരാം.
യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, അങ്ങയുടെ വചനം, ജീവനുള്ള വചനം കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ, ആസ്വദിക്കുവാൻ, ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനത്തിൽ വളരുവാൻ, ക്രിസ്തുവിലേക്ക് വളരുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ കാണാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം ഓരോരുത്തരും വളർച്ച പ്രാപിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നൊരു കാര്യം. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ 2 വചനഭാഗങ്ങൾ നമ്മെ സഹായിക്കും. ഒന്നാമത്തെ വചനഭാഗം സഭാപ്രസംഗൻ 9-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനമാണ്. അവിടെ നമ്മൾ കാണുന്നത് ആത്മീയ പക്വത പ്രാപിക്കുന്നതിന് പകരം പാപത്തിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തികൾ, ഇത് രണ്ടും 2 ധ്രുവത്തിൽ വരുന്നതാണ്. ശരിക്കും ദൈവമക്കൾ ആത്മീയ പക്വത പ്രാപിച്ച് പാപം ഒഴിവാക്കി ജീവിക്കേണ്ടവരാണ്. അതിനു പകരം പാപത്തിൽ ജീവിക്കുന്നവർ ചെയ്യുന്നത് എന്താണെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പാപിക്ക് ഒത്തിരിയേറെ നന്മ നശിപ്പിക്കാൻ സാധിക്കും എന്നതാണ്. ഒരൊറ്റ പാപിക്ക് ഒത്തിരി നന്മ നശിപ്പിക്കാൻ സാധിക്കും. നമ്മൾ കാണാറുള്ളൊരു കാര്യമാണ്. ചില കുടുംബങ്ങളിൽ 5-6 പേര് പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നതിൻ്റെ നന്മ നശിപ്പിക്കാൻ ഒരുപക്ഷെ ഒരു പാപി മതി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മീയ വളർച്ചയ്ക്ക് പകരം പാപത്തിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തികൾ, അവർ മുഖാന്തരം സംഭവിക്കുന്ന കാര്യം, ഒരു പാപിക്ക് ഒത്തിരിയേറെ നന്മ നശിപ്പിക്കാൻ സാധിക്കും എന്ന്. 2-ാമത്തെ വചനഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം. പ്രഭാഷകൻ 16:3 മക്കളെക്കുറിച്ച് നമുക്ക് എങ്ങനെയുള്ള മക്കൾ ഉണ്ടാകണം എന്നതിനെക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് ദൈവഭയമില്ലാതെ പാപത്തിൽ ജീവിക്കുന്ന 1000 മക്കളെക്കാൾ ഭേദമാണ് ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരു മകനുണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവഭയമില്ലാതെ അങ്ങനെയുള്ള മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം മക്കളില്ലാതിരിക്കുന്നതാണ്. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 16:2 മുതലുള്ള തിരുവചന ഭാഗം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഒരു വശം നമ്മൾ കാണുന്നു, ദൈവഭക്തിയിൽ വളർന്ന് ആത്മീയമായിട്ട് വളർന്ന് ഒരു വ്യക്തി 1000 പാപികളെക്കാൾ മെച്ചമാണ്. ഒപ്പം നമ്മൾ കാണുകയുണ്ടായി, ഒരു പാപിക്ക് ഒത്തിരിയേറെ നന്മ നശിപ്പിക്കാൻ സാധിക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപത്തിൽ നിന്ന് പിന്മാറി ആത്മീയമായിട്ട് വളരുന്ന, ദൈവകൃപയിൽ വളരുന്ന ദൈവമക്കളായി മാറണം. അതാണ് യേശുക്രിസ്തുവിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ. യേശുവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ പാപം ചെയ്യാതെ യേശുവിന് വേണ്ടി എല്ലാ സമയവും എല്ലാവിധത്തിലും നിലകൊള്ളുന്നതാണ് ആത്മീയ പക്വത. ഇപ്രകാരം പ്രവർത്തിക്കുന്ന ദൈവജനത്തിൻ്റെ ഗണത്തിൽ പെടേണ്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും, ഓരോ ദൈവത്തിൻ്റെ മകനും മകളും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇതാണ്: വളരാൻ ആഗ്രഹിക്കുന്നവരെ, വളരാൻ അധ്വാനിക്കുന്നവരെ അങ്ങേയറ്റം വളർത്തുന്നവനാണ് നമ്മുടെ ദൈവം. ഇക്കാര്യം അറിയണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചനം വായിച്ചാൽ മതി. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, യേശു പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യും. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തികളും അവൻ ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യും. പ്രിയപ്പെട്ടവരെ,
വളരാൻ ആഗ്രഹമുണ്ടാവുകയും വളരാൻ വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നവർക്കാണ് ആത്മീയ വളർച്ച ലഭ്യമാകുക. ശരിക്കും ഇതാണ് നമ്മുടെ കുടുംബങ്ങളിൽ ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ ഇടവകകളിൽ ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ളത്. ആത്മീയ പക്വത പ്രാപിച്ചവരുടെ എണ്ണം വർദ്ധിക്കണം. നമുക്ക് കാണാൻ സാധിക്കും, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ലോകത്തിൻ്റെ തന്നെ രക്ഷ. അപ്പം അതുകൊണ്ട് ആത്മീയമായിട്ട് വളരുന്ന ഏതാനും വ്യക്തികൾ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ, ഒരിടവകയിലുണ്ടെങ്കിൽ, അതിലൂടെയാണ് ആ ഭവനവും ഇടവകയും രക്ഷ പ്രാപിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, വളരാൻ ആഗ്രഹിക്കുന്നവരെ വളർത്താൻ ദൈവം അനുവദിക്കുന്ന ചില വഴികളാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് ഒരു 5 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വളരാനുള്ള വഴി കർത്താവ് കാണിച്ചു കൊടുക്കും. ഈയിടെ ഞാൻ ഒത്തിരിയേറെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, എന്തുകൊണ്ടാണ് വരദാനങ്ങളിൽ വളരാൻ പലർക്കും പറ്റാതെ പോകുന്നത്, അതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം എന്നെ സ്പർശിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, വെള്ളത്തിൻ്റെ ലഭ്യത പറമ്പിലുണ്ടെങ്കിലും വെള്ളം ആവശ്യമുള്ള വ്യക്തി കിണർ കുഴിച്ച് ആ വെള്ളം സ്വന്തമാക്കും. അങ്ങനെ ഒരു ആവശ്യകതയില്ലാത്ത വ്യക്തി അവിടെ കിണർ കുഴിക്കാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ, ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ വെള്ളത്തിൻ്റെ ആ ഒരു ലഭ്യത മനസ്സിലാക്കി അവിടെ കിണർ കുഴിച്ച് വെള്ളമെടുക്കുന്നത് പോലെ അധ്വാനിച്ച് ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ തയ്യാറാകണമെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ വളർത്തുന്ന ചില വഴികളുണ്ട്. ആത്മീയ വളർച്ച പ്രാപിക്കേണ്ടതിന് നമ്മൾ വന്നെത്തേണ്ട ചില വഴികളുണ്ട്. അതിലൊന്നാമത്തെ വഴി പശ്ചാത്താപം. അനുതാപത്തോടെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വചനങ്ങൾ ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാനും തഴച്ചു വളരാനുമുള്ള ആ ഒരവസരം കർത്താവ് നൽകും. പ്രിയപ്പെട്ടവരെ, പശ്ചാത്തപിച്ച് തിരിച്ചു വന്ന ഏതാനും ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇക്കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കാണുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 36 മുതലുള്ള വചനങ്ങളിൽ ഒരു പാപിനിയായ സ്ത്രീ, വളരെയേറെ പാപത്തിൽ മുഴുകിയിരുന്ന ആ സ്ത്രീ, അവർ ചെയ്തൊരു കാര്യം, പശ്ചാത്തപിച്ചു, അനുതപിച്ച് കണ്ണീരൊഴുക്കി അവൾ കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, അവൾ അത്രമാത്രം ജീവിതത്തിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ് അവളെക്കുറിച്ച് പ്രശംസിച്ച് യേശു സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കർത്താവിൻ്റെ കൂടെ പോകാൻ, മരണം വരെ കർത്താവിന് വേണ്ടി നിലകൊള്ളാനുള്ള ഒരഭിഷേകം, ആത്മീയമായിട്ടുള്ള പക്വത ഏറ്റെടുത്ത വ്യക്തിയായി ഈ അനുദപിച്ച സ്ത്രീ മാറുകയുണ്ടായി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ സമറിയക്കാരി സ്ത്രീ. പ്രിയപ്പെട്ടവരെ, എളുപ്പ വഴിയിൽ കാര്യങ്ങൾ ചെയ്ത് ജീവിത സുഖം അന്വേഷിച്ച് പൊക്കൊണ്ടിരുന്ന ആ മകള് കർത്താവിനെ കണ്ടുമുട്ടിയതിലൂടെ അവൾക്ക് അനുതാപമുണ്ടായി. നമ്മൾ കാണുന്നു, കർത്താവുമായിട്ടുള്ള ആ ഒരു സംസാരത്തിനിടയിൽ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, അവളുടെ പാപം തിരിച്ചറിഞ്ഞു, അവളുടെ പാപം ഏറ്റുപറഞ്ഞു. അതുപോലെ തന്നെ യേശുവിനെ ഒരു പ്രവാചകനായും അഭിഷിക്തനായും അവളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തു. നമ്മൾ കാണുന്നുണ്ട്, പിന്നീട് അവൾ സുവിശേഷവേല ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറി. കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുകയും ധാരാളം വ്യക്തികളെ കർത്താവിങ്കിലേക്ക് നയിക്കുകയും ചെയ്യുന്ന
ഒരു പ്രേക്ഷിതയായിട്ട് സമറിയാക്കാരി സ്ത്രീ മാറി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായവും യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായവും ചേർത്ത് വായിക്കുമ്പോൾ മഗ്ദലന മറിയത്തിന് സംഭവിച്ചൊരു കാര്യം. ലൂക്ക 8:2 നമ്മൾ കാണുന്നു, 7 അശുദ്ധാത്മാക്കൾ അവളിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ തിന്മയുടെ അടിമത്തത്തിലായിരുന്ന ആ സ്ത്രീ കർത്താവിനെ കണ്ടുമുട്ടി അനുതാപമുണ്ടായി അവൾ പശ്ചാത്തപിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തി. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. 20-ാം അധ്യായം മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മറിയം മഗ്ദലനായെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് പശ്ചാത്താപം, ആഴമായ പശ്ചാത്താപം കർത്താവിൻ്റെ പക്കലേക്ക് അനുദപിച്ച് തിരിച്ചു വരുന്നത് നമ്മുടെയൊക്കെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് വെട്ടിയൊരുക്കുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ വെട്ടിയൊരുക്കൽ എപ്പോഴും വളർച്ചയ്ക്ക് വേണ്ടിയാണ്. കർത്താവ് തന്നെ പറയുകയുണ്ടായി, കായ്ക്കുന്ന കമ്പുകൾ വെട്ടിയൊരുക്കുന്നത് കൂടുതൽ ഫലങ്ങൾ കായ്ക്കാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് കർത്താവ് വെട്ടിയൊരുക്കുമ്പോൾ അതെപ്പോഴും നന്മയ്ക്ക് വേണ്ടിയായിരിക്കും, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. വെട്ടിമാറ്റപ്പെടാതെ വെട്ടിയൊരുക്കപ്പെട്ട് കർത്താവിങ്കിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഒത്തിരി നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഒരിക്കലൊരു സഹോദരൻ 2 വ്യക്തികളെ താരതമ്യപ്പെടുത്തി പറഞ്ഞ ഒരു കാര്യം, 2 പേർക്കും താടി മീശയൊക്കെ ഉള്ളതാണ്. അതിലൊരാളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ താടി ഒന്ന് ഡ്രിം ചെയ്യാൻ പറയണമെന്ന്. മറ്റേ വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ച കാര്യം, എത്ര മനോഹരമായിട്ട് അത് ഡ്രിം ചെയ്ത് നിർത്തേണ്ടതുപോലെ നിർത്തി മനോഹരമാക്കി കൊണ്ടുപോകുന്ന ഒരു വ്യക്തി. അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ശോഭിക്കേണ്ടതിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വെട്ടിയൊരുക്കൽ. മുറിച്ചു മാറ്റേണ്ടവ മുറിച്ചു മാറ്റണം, കൂട്ടിച്ചേർക്കേണ്ടവ കൂട്ടിച്ചേർക്കണം. അതിലൂടെ ആത്മീയ പക്വതയും ആത്മീയമായിട്ടുള്ള സൗന്ദര്യവുമുള്ള ദൈവമക്കളായി മാറുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കാര്യമാണ് വേർപെടുത്തൽ. വെട്ടിയൊരുക്കൽ പോലെ തന്നെ വേർപെടുത്തൽ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 22-ാം അധ്യായം, ഈ 2 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അബ്രാഹത്തെ ഹാഗാറിൽ നിന്നും ഇസ്മായേലിൽ നിന്നും വേർപെടുത്തുന്ന ദൈവം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും തൻ്റെ ഓമനപുത്രനായ ഇസഹാക്കിൽ നിന്നും വേർപെടുത്താൻ ഒരുക്കുന്ന ഒരു രംഗം. ഇതെല്ലാം അബ്രാഹത്തെ അനുഗ്രഹിച്ചുയർത്താൻ വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യമാണ് വിശുദ്ധീകരണം. പ്രിയപ്പെട്ടവരെ, ഹെബ്രായ ലേഖനം 12:14 വായിച്ചാൽ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് അഗ്നിപരീക്ഷണങ്ങളിലൂടെ ആയിരിക്കാം, ശോധനയിലൂടെ ആയിരിക്കാം, കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് എപ്പോഴും നമ്മൾ ദൈവത്തെ കാണുവാനും ആത്മീയമായിട്ട് നമ്മൾ ഉയരുവാനും വേണ്ടിയാണ്. ആ വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനുശേഷം വരാനിരിക്കുന്ന ആത്മീയ പക്വത കണ്ടുകൊണ്ട് പ്രത്യാശയിൽ നമ്മൾ മുമ്പോട്ട് പോകണം. 5-ാമത്തെ കാര്യമാണ് മുറിപ്പെടുത്തുന്ന താണ്ഡനങ്ങളും അതുപോലെ തന്നെ കനത്ത അടിയും. സുഭാഷിതങ്ങൾ 20:30-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മുറിപ്പെടുത്തുന്ന താണ്ഡനങ്ങൾ ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. അതുപോലെ തന്നെ കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കാൻ നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവന്ന് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ഒരു വിശുദ്ധീകരണവും ആത്മീയ പക്വതയും പ്രാപിക്കുവാൻ നമുക്കിനിയുള്ള സമയം പ്രയോജനപ്പെടുത്താം. എൻ ജീവനേ കാ
പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമ്മൾ അതിൻ്റെ തുടർ പ്രോഗ്രാമായിട്ട് ഈ സമയം ദിവ്യകാരുണ്യനാഥനോടൊപ്പം ചെലവഴിക്കുകയാണ്. നമ്മളിന്ന് വചനത്തിലൂടെ മനസ്സിലാക്കി ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും വളരേണ്ടവരാണ് ദൈവമക്കൾ. നമുക്ക് പല രീതിയിൽ വളരാൻ പറ്റും. സാമ്പത്തിക വളർച്ച ഉണ്ടാകാം, കഴിവുകളിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കും, പേരും പ്രശസ്തി നമുക്ക് വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഒത്തിരി താല്പര്യം കാണിക്കുന്ന വ്യക്തികളെയും നമ്മൾ കണ്ടെന്നു വരും. പ്രിയപ്പെട്ടവരെ, വചനം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ വളർച്ച ക്രിസ്തുവിലേക്കുള്ള വളർച്ചയാണ്. നമുക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് ഒരു നിമിഷം നോക്കാം. മറ്റെന്തിനും ഉപരിയായിട്ട് നമുക്ക് ദൈവത്തോട് ആവശ്യപ്പെടാം, കർത്താവേ, ഒരാത്മീയ വളർച്ച എനിക്ക് വേണമേ. നമുക്കറിയാലോ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണേലും നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാവുന്ന ഏറ്റവും വലിയ നിയോഗമാണ് ആത്മീയ നന്മ, ആത്മീയ വളർച്ച. ഈ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിശ്ചയമായിട്ടും എന്ത് സാഹചര്യങ്ങൾ വന്നാലും, പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തി ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. അതിന് നല്ലൊരു എക്സാമ്പിൾ, ഉദാഹരണമാണ് പൗലോസ്ലീഹ. റോമ 8:35 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആർക്ക് എന്നെ വേർപെടുത്താൻ പറ്റും എന്ന് ചോദിച്ച പൗലോസ്ലീഹ. വേർപെടുത്താവുന്ന രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ വന്നു. നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പൗലോസ്ലീഹ കടന്നു പോകാത്ത ദുരിതങ്ങളോ ക്ലേശങ്ങളോ ഇല്ലായിരുന്നു. അവിടെയെല്ലാം പൗലോസിന് തെളിയിക്കാൻ സാധിച്ച ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകില്ല. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. പലപ്പോഴും ഈ വിശ്വാസം എടുത്തു കാണിക്കുവാൻ നമുക്ക് പറ്റാതെ പോയ നിമിഷങ്ങൾ ഉണ്ടാകാം. വിശ്വാസത്തിൽ നമ്മൾ ചഞ്ചലിച്ച നിമിഷങ്ങൾ, വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് പോലും നമ്മൾ ചിന്തിച്ചു പോയ നിമിഷങ്ങൾ. നമുക്ക് ആ നിമിഷങ്ങളെ ഓർത്ത് അനുദപിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്നതിന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഞങ്ങളുടെ തന്നെ പാപമാണ്. പലപ്പോഴും കർത്താവെ, ആത്മീയ വളർച്ച, പക്വത പ്രാപിച്ച വ്യക്തികളെ പോലെ ഞങ്ങൾക്ക് ചിന്തിക്കാനും സംസാരിക്കാനും പെരുമാറുവാനും പറ്റാതെ പോയിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും ഞങ്ങൾ അകലുകയായിരുന്നു. കർത്താവെ, എല്ലാ വിധത്തിലും അങ്ങിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിത്തീരേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് വലിയവനാണ്, അങ്ങേക്ക് ഞങ്ങളെയും വലിയവരാക്കുവാൻ സാധിക്കും. കർത്താവെ, ആത്മീയ വളർച്ച, ആത്മീയമായിട്ടുള്ള ഒരു ഉയർച്ച ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കൂപ്പാം. നമുക്ക് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത് എന്തെന്ന് അറിയുന്നവൻ നമ്മുടെ ദൈവമാണ്. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എല്ലാം സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. മത്തായി 6:33, ദൈവരാജ്യം അന്വേഷിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി കൊടുക്കും. നമുക്ക് ദൈവരാജ്യ അനുഭവം ആഗ്രഹിച്ച്, ആത്മീയ വളർച്ച ആഗ്രഹിച്ച് നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ അവസ്ഥകളിലേക്കും ആവശ്യങ്ങളിലേക്കും കർത്താവിനെ ക്ഷണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം, ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. കാരുണ്യവാനായ കർത്താവേ, ഈ സമൂഹത്തിനു വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. വൈദികരായ ഞങ്ങൾക്ക് കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനും അഭിഷേകം ചെയ്തുയർത്തുവാനും അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ധ്യാനിച്ചവർ, അങ്ങയുടെ സന്നിധിയിലിരുന്ന് അങ്ങയെ ആരാധിച്ചവർ, ഇവർക്കാവശ്യമായ സൗഖ്യവും സമാധാനവും അങ്ങ് പ്രദാനം ചെയ്യണമേ. നമുക്കിപ്പോൾ ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്കാരാധനയും
കാഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ.